അപ്പോൾ മറുത്തുകളി ആരംഭിക്കുകയാണ്. സമയം ഒട്ടും നമുക്ക് പാഴാക്കാനില്ല. അപ്പോൾ രണ്ട് പണിക്കന്മാരിൽ എൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത് പവിത്രം പണിക്കരാണ്. അദ്ദേഹം പിലിക്കോടാണ്, ഒരു ജ്യോത്സ്യർ കൂടിയാണ്. രംഗത്ത് പട്ടംപളിയും വീരസംഘയും അംഗീകാരങ്ങൾ നേടിയ പണിക്കരാണ്. അതേപോലെ തന്നെ 40 വർഷമായി ഈ രംഗത്ത് മറുത്തുകളി രംഗത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പണിക്കരും കൂടിയാണ്. അതേപോലെ തന്നെ എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ബാബു പണിക്കരാണ്. ബാബു പണിക്കരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഈ നാട്ടുകാരനാണ്. അദ്ദേഹം ഏതാണ്ട് 35 കൊല്ലക്കാലമായി രംഗത്ത് മറുത്തുകളി രംഗത്ത് നല്ല സജീവമായ രംഗത്ത് ഇടപെടുകയും അതുപോലെ തന്നെ മറുത്തുകളി ആസ്വാദകരെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ പട്ടും പളിയും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു റിട്ടയർഡ് കോടതി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. സംസാരയാത്രാമയ പ്രത്യഗ്രാഭിനയാത്തവേഷരചന വൈചിത്ര്യകൃഷ്ടാത്മനാം യപ്രായേവ പുരാതനോതി സുമഹാനാട്യം ജഗന്മോഹനം ദിവ്യം ഹന്ത മഹാനടോ മുനിജനാൻ മോദാമുധൗ മഞ്ജയൻ മുനിജനാൻ മോദാമുധൗ മജ്ജയൻ ജഗന്മോഹനം ദിവ്യം സുമഹാനാട്യം പുരാഹന്താതനോതി സ മഹാനടഃ സംസാരയാത്രാമയ പ്രത്യഗ്രാഭിനയാത്തവേഷരചന വൈചിത്ര്യകൃഷ്ടാത്മനാം വഹ കല്യാണം വിദധാതു യാവനൊരുത്തൻ പണ്ടു തന്നെ മുനിജനങ്ങളെ മോദാംബുധിയിങ്കൽ മജ്ജയെന്നായിട്ട് ജഗന്മോഹനമായി ദിവ്യമായിരിക്കുന്ന സുമഹാനാട്യത്തെ ആശ്ചര്യമാകും വണ്ണം ചെയ്തു. ആ മഹാനടൻ സംസാരയാത്രാമയ പ്രത്യഗ്രാഭിനയാത്ത വേഷരചന വൈചിത്ര്യകൃഷ്ടാത്മാക്കളായിരിക്കുന്ന നിങ്ങൾക്ക് ബഹുമുഖമായിരിക്കുന്ന കല്യാണത്തെ വിധാനം ചെയ്യണമേ. യാവനൊരുത്തൻ യാതൊരു ദേവൻ മുനിജനങ്ങൾ മഹർഷിജനങ്ങൾ ബോധാംബുധി സന്തോഷ സമുദ്രം മജ്ജയൻ മജ്ജനം ചെയ്യിപ്പിക്കുന്നവൻ മജ്ജനം ചെയ്യിപ്പിക്കുക മുക്കുക ജഗന്മോഹനം ലോകമോഹനം ദിവ്യം ശ്രേഷ്ഠം സുമഹാനാട്യം മഹാനാടകം ചെയ്യുക അനുഷ്ഠിക്കുക. ആ മഹാനടൻ ശ്രീ പരമേശ്വരൻ സംസാരയാത്രാമയ പ്രത്യഗ്രാഭിനയാത്തവേഷരചന വൈചിത്ര്യകൃഷ്ടാത്മാക്കൾ സംസാരയാത്രാമയങ്ങളായി പ്രത്യഗ്രങ്ങളായിരിക്കുന്ന അഭിനയങ്ങളുടെയും ആർത്തകളായിരിക്കുന്ന വേഷരചനകളുടെയും വൈചിത്ര്യത്താൽ കൃഷ്ണമായിരിക്കുന്ന ആത്മാവോട് കൂടിയവര് സംസാരയാത്രാമയങ്ങൾ പ്രപഞ്ചയാത്രാമയങ്ങൾ പ്രത്യഗ്രങ്ങൾ നന്ദനങ്ങൾ അഭിനയങ്ങൾ അഭിനയവിശേഷങ്ങൾ അർത്ഥകൾ സ്വീകരിക്കപ്പെട്ടവ വേഷരചനകൾ വേഷവിധാനങ്ങൾ വൈചിത്ര്യം വിചിത്രത കൃഷ്ണം ആകർഷിക്കപ്പെട്ടത് ആത്മാവ് മനസ്സ് ബഹുമുഖം നാനാമുഖമായത്
കല്യാണം മംഗളം വിധാനം ചെയ്യുക ചെയ്യുക. എന്താ വിധാനം ചെയ്യണം, വിധാനം ചെയ്യട്ടെ, ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ പദ്യത്തിൻ്റെ ഒരു താല്പര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി അത് ഒന്ന് ലളിതമായിട്ട് അതിൻ്റെ സാരമൊന്ന് പറഞ്ഞാട്ടെ. പ്രസിദ്ധ പദ്യമാണ് അല്ലേ? കേട്ടിട്ടുണ്ട് പലപ്പോഴും. മാധവമണി കൃഷ്ണൻ, രാമരമണി കൃഷ്ണനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള പദ്യം. അതെ. അവിടെ ഇപ്പം നിങ്ങൾക്ക് കല്യാണത്തെ വിധാനം ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെ കൂടിയ ഈ സദസ്സിന് മംഗളത്തെ ചെയ്യട്ടെ എന്നാണ്. നല്ലത് വരട്ടെ, നന്മ ചെയ്യട്ടെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആര്? ഈ മഹാനടൻ നന്മയെ ഉണ്ടാക്കട്ടെ. ആര്? സാക്ഷാൽ പരമശിവൻ. അപ്പൊ അവിടെ ഈ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയിട്ടുള്ളതായ സദസ്സാണല്ലോ. അപ്പൊ ആ സദസ്സിനൊരു ലക്ഷണം, ഒരു വിശേഷണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പറയാം. അപ്പൊ എന്താണ് ആ വിശേഷണം? ഈ സദസ്സ് ഇവിടെ വന്ന് കൂടിയവർക്ക് കൊടുത്തൊരു വിശേഷണം. സംസാരയാത്രാമയ പ്രത്യഗ്രാഭിനയാത്തവേഷരചന വൈചിത്രകഷ്ടാത്മനാം. ഈ ജീവിതയാത്രയിൽ, ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ അഭിനയമാണ്. അപ്പോൾ ഈ പുതിയ പുതിയ അഭിനയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. പുതിയ പുതിയ അഭിനയം എന്ന് പറയുന്നത് ഈ നാടകത്തിലാണെങ്കിൽ ചതുർവിധ അഭിനയങ്ങളാണ്. സാത്വികം, വാചികം, ആംഗാര്യം, അല്ലേ? അങ്ങനെയുള്ളതായ ചതുർവിധ അഭിനയങ്ങളാണ് നാടകത്തിലുള്ളതെങ്കിലും ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിന് ഒരു അഭിനയമാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പണിക്കരായിട്ട് ഇവിടെ വേഷമിട്ടു, നാളെ ജ്യോതിഷത്തിൻ്റെ മേശയുടെ മുമ്പിലിരിക്കും. അപ്പോൾ ആ വേഷമായിരിക്കും. വീട്ടിലെത്തുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവായിട്ടും കുട്ടിയുടെ മുമ്പിൽ അച്ഛനായിട്ടും വേഷമിടുന്ന ജീവിതയാത്രയിൽ പുതിയ പുതിയ ജീവിതാനുഭവങ്ങൾ ഓരോ വ്യക്തികളും. അപ്പോൾ ജീവിതം അഭിനയമാണോ എന്ന് വെച്ചാലല്ല, എങ്കിൽ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇതെല്ലാം അഭിനയം തന്നെയാണ്. കുറച്ചു കാലം നമ്മൾ ഓർത്ത് കളിച്ചു, പിന്നെ വേറെ പുതിയ ആൾ വരും, അവർ സ്റ്റേജ് വിട്ടുകൊടുക്കും, പിന്നെ വീണ്ടും സ്റ്റേജ് കൈയടക്കും. അങ്ങനെ ജീവിതയാത്രയിൽ പുതിയ പുതിയ ജീവിത രീതി കൊണ്ട്, വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളെ കൊണ്ട്, അത്തരം അഭിനയ വിശേഷങ്ങളെ കൊണ്ട് മുമ്പോട്ട് പോകുന്ന യാത്രികരായ നിങ്ങൾക്ക് മംഗളത്തെ ചെയ്യട്ടെ ആണ് അതിൻ്റെ ആ ഒരു വലിയ അർത്ഥം. ഇനി ആരാണ് ചെയ്യേണ്ടത്? മംഗളത്തെ ആരാണ് ഉണ്ടാക്കി തരേണ്ടത്? മഹാനടനാണ്. ആ മഹാനടന്റെ വിശേഷണം എങ്ങനെയുള്ള മഹാനടനാണ് എന്നുള്ളതാണ് ഇനി അടുത്ത് പറയുന്നത്. ഈ അവരൊരുത്തൻ പണ്ട് ഏതോ കാലത്ത്, നമുക്കറിയില്ല, ഏതോ കാലത്ത് ഈ ശിവൻ മുനിജനങ്ങളെ, മഹർഷി ജനങ്ങളെ സന്തോഷമാകുന്ന സമുദ്രത്തിൽ മുക്കുന്ന സ്വഭാവം. മഹർഷിമാരെ പോലും സന്തോഷത്തിൽ ആറാടിക്കുന്ന, സന്തോഷത്തിന്റെ ഔന്നത്യത്തിലേക്ക് പറന്നുയരാൻ പാകത്തിൽ, സന്തോഷാതിരേകം ഉണ്ടാക്കാൻ പാകത്തിൽ നൃത്തം ചെയ്ത് ഈ മഹാനാട്യം നിർവഹിക്കുന്നതിലൂടെ, ആ നടനം ചെയ്യുന്നതിലൂടെ മഹർഷിമാരെ പോലും സന്തോഷിപ്പിച്ച ആളാണ്. അപ്പൊ അങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത്രയും പ്രാപ്തനായ ഈ പരമശിവൻ നമ്മളെ പോലുള്ളവരെ സന്തോഷിപ്പിക്കുമെന്ന് ചോദിക്കാനില്ലല്ലോ. സാധാരണക്കാരന് സന്തോഷിക്കാൻ മഹർഷിമാര് സന്തോഷിക്കാറില്ല. അവർക്ക് ദുഃഖങ്ങള് സുഖങ്ങള് ഒക്കെ ഒരുപോലെയാണ്. ദുഃഖേഷു അനുദ്വിഗ്ധമനാഹ സുഖേഷു വിഗതസ്പൃഹ. അപ്പോൾ ദുഃഖം വന്നാലും വെയിൽ വന്നാലും മഴ വന്നാലും മഹർഷിമാർക്ക് ഒന്നുമില്ല. ആരെങ്കിലും മരണപ്പെട്ടാലും ദുഃഖമില്ല. അങ്ങനെയുള്ളതായ ആ ഒരു മഹർഷിമാരെ പോലും സന്തോഷിപ്പിക്കുന്ന ആ മഹാനടൻ നിങ്ങൾക്ക് മംഗളത്തെ തരട്ടെ എന്നാണ് ആ ശ്ലോകത്തിൽ ആശയം. മഹാനടൻ മംഗളത്തെ വിധാനം ചെയ്യണമേ. ആദ്യം തന്നെ നിങ്ങൾ പ്രയോഗിച്ചത് യഹ അല്ലെ? എത്തതോർ നിത്യ സംബന്ധം.
അല്ലെ? യച്ഛബ്ദം വരുന്നിടത്ത് തച്ഛബ്ദം കൂടെ വന്നിടും. അതെ അതെ, ശബ്ദം കാണുമേടത്ത് ശബ്ദം കൂടെ വന്നിടും. എവിടെ എവിടെ ശബ്ദമുണ്ട് അവിടെ തച്ഛബ്ദം ചേർത്ത് പറയണല്ലോ. ഇവിടെ ഈ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലല്ലോ. അതാണ് ചോദ്യം. അല്ലേ? ഉണ്ടോ? നിങ്ങൾ ആ പദ്യം ഒന്ന് പരിശോധിച്ചാല് ഈ യച്ഛബ്ദത്തിന് ഒരു തച്ഛബ്ദത്തിന്റെ പ്രയോഗമുണ്ടോ? എല്ലാ സ്ഥലത്തും അങ്ങനെ വേണമെന്നില്ല. പ്രസിദ്ധിയുള്ളിടത്ത് ഈ യച്ഛബ്ദത്തിന് തച്ഛബ്ദത്തിന് അപേക്ഷയില്ല. കാരണം ഇദ്ദേഹം മഹാനടൻ, യാതൊരുവനായ മഹാനടൻ പ്രസിദ്ധനാണ്, ലോകപ്രസിദ്ധനാണ്. ഇപ്പൊ ലോകപ്രസിദ്ധനായ മഹാനടൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ തച്ഛബ്ദത്തിന്റെ ആവശ്യമില്ല. അതെ, പ്രസിദ്ധി അർത്ഥത്തിൽ ശ്രീ പരമേശ്വരൻ എന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീ പരമേശ്വരൻ, പരമേശ്വരനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യച്ഛബ്ദം പ്രയോഗിച്ചാൽ തച്ഛബ്ദം വരണമെന്നില്ല എന്നാണ് പ്രസിദ്ധിയുള്ളിടത്ത് വേണ്ട. പ്രസിദ്ധി പറഞ്ഞു. പ്രസിദ്ധി പുരാണങ്ങളിലൂടെയും ഒരുപാട് നമ്മൾ ഈ ശ്രീ പരമേശ്വരനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാണ് ശിവൻ, അദ്ദേഹത്തിന്റെ ലീലകൾ എന്താണ്, അദ്ദേഹം മഹാനടനാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രസിദ്ധനായ ശ്രീ പരമേശ്വരൻ, അങ്ങനെയുള്ള അടുത്ത് പറയുമ്പോൾ യച്ഛബ്ദം പറയുന്നിടത്ത് തച്ഛബ്ദം വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. സിദ്ധി കൊണ്ട് വേണ്ട. ആയിക്കോട്ടെ. അപ്പോൾ അതില് അഭിനയം, നാട്യം, ഈ രണ്ട് പദങ്ങൾ, എല്ലാ പദങ്ങളും എടുത്തിട്ട് ചർച്ച ചെയ്യാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പോ അഭിനയം എന്ന് നിങ്ങൾ പറഞ്ഞു, സാത്വിക അല്ലെ, ചതുർവിധ അഭിനയങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോ അതിന് ഒരു ലക്ഷണം എന്തെങ്കിലും ഉണ്ടോ? എന്താണ് അഭിനയം എന്ന് പറഞ്ഞാൽ? എന്താണ്? സത്വപ്രധാനമായിട്ട് സത്വത്തിന് പ്രാധാന്യമുള്ളതാണ് സാത്വികം. അതല്ല ചോദ്യം, അതല്ല. എന്താണ് അഭിനയം? സത്വം ആ നാലുവിധ അഭിനയങ്ങളെ കുറിച്ചല്ല ചോദിച്ചത്. എന്താണ് അഭിനയം? അഭിനയം എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിച്ചുകൊണ്ട് നയിക്കുന്നത്, അഭിമുഖീകൃത്യ ബോധനം, അല്ലെങ്കിൽ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനത്തിനെയാണ് ഈ അഭിനയം എന്ന് സാമാന്യമായിട്ട് പറയുന്നത്. അങ്ങനെയല്ല. അഭിമുഖീകരിച്ചു വരുന്നത് അഭിവാദനം. സാമാന്യം അല്ല, അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പറയാനുണ്ടോ? പദാർത്ഥാൻ അഭിവ്യനക്തി ഇതി അഭിനയം. അഭിവ്യനക്തി ഇതി അഭിനയം. പദാർത്ഥങ്ങളെ അഭിവ്യഞ്ജിക്കുന്നത്. ഇപ്പോ ഈ ചതുർവിധ അഭിനയങ്ങളെ കൊണ്ട് ഇപ്പോൾ കാളിദാസൻ മുതലായ മഹാകവികൾ എഴുതി വെച്ചിട്ടുള്ള ശാകുന്തളം പോലെയുള്ള മഹാനാടകങ്ങൾ, അത് തന്റെ അഭിനയങ്ങളിലൂടെ അല്ലെ. അപ്പൊ ഈ കാളിദാസൻ എഴുതി വെച്ച ഈ പദങ്ങളുടെ അർത്ഥത്തെയാണ് ഈ നടൻ ഈ ചതുർവിധ അഭിനയങ്ങളെ കൊണ്ട് ലോകത്തിന് വ്യക്തമാക്കിയത് അല്ലെ. പിന്നീട് പറഞ്ഞത് നാട്യം. നാട്യം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. നമ്മൾ രാത്രി പുലരുന്നത് വരെ പറയുന്നത് അല്ല, അതിലത്തെ ചെറിയൊരു കാര്യം. അതായത് നമ്മുടെ കാവ്യം എന്ന് പറയാറുണ്ട്, നാട്യം എന്ന് പറയാറുണ്ട്. നമ്മൾ പകല വിഷയത്തിൽ മറുത്തുകളിയിൽ അവതരിപ്പിക്കുന്നത് കാവ്യങ്ങളാണ്. രാത്രി നാട്യോൽപ്പത്തി. ഇവിടെ ഇപ്പൊ നാട്യം എന്ന പദം സാന്ദർഭികമായി അതൊന്നും ചോദിക്കുകയാണ്. ഈ കാവ്യവും നാട്യവും തമ്മിൽ വ്യത്യാസം പറയുമ്പോൾ ഒരു ശാസ്ത്രീയമായ ഉത്തരമായിരിക്കണം. അങ്ങയുടെ അഭിപ്രായമല്ല, ഏതെങ്കിലും ശാസ്ത്രഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒന്നാണെന്ന നില എവിടെയും പറഞ്ഞിട്ടില്ല. കാവ്യം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ കുമാരനാശാന്റെ കാവ്യം മഹാകാവ്യം എന്നാണ് അറിയപ്പെടുന്നത്. അത് നാട്യമല്ല. നാട്യം എന്ന് പറയുന്നത് താണ്ഡവം, നടനം, നാട്യം, ലാസ്യം, നൃത്തഞ്ച നർത്തനെ. അത് നാട്യത്തിന്റെ നിങ്ങൾ പറഞ്ഞത് നാട്യം എന്ന ശബ്ദത്തിന്റെ പര്യായമാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ ചോദ്യം അതല്ല. എന്താണ് ഈ നാട്യവും കാവ്യവും ഒന്നാണോ? നാട്യവും രണ്ടിനും വേറെ വേറെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചതുർവിധൈരഭിനയൈഹി സാത്വികാംഗിക പൂർവകൈഹി ധീരോദാത്താദ്യവസ്ഥാനുകൃതം നാട്യം രസാശ്രയം.
ധീരോദാത്തൻ മുതലായ നായകന്മാരുടെ അവസ്ഥയെ അതേപടി അനുകരിക്കലാണ് നാട്യം എന്ന് നാട്യത്തിൽ ലക്ഷണം പോലെ പറഞ്ഞു. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ഈ ഒരു ലക്ഷണം കൊണ്ട് തന്നെ കാവ്യത്തിനും പറയാലോ. അപ്പൊ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് കാവ്യത്തിൽ ലക്ഷണം പോലെ പറഞ്ഞു. രമണീയാർത്ഥത്തിലൊക്കെ പോയാൽ നമ്മൾ ഏടെ എത്തൂല. അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം പറയാം. അതായത് അഭിനവ ഗുപ്താചാര്യൻ അല്ലേ, അദ്ദേഹം പറയുന്ന കേൾക്കാം. എനക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് കേക്ക്. ആരെങ്കിലും ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞത് പിന്നെ എനിക്കിവിടെ വായിച്ചത് പറയണ്ടേ? അതായത് അഭിനവഗുപ്തൻ ഇപ്പൊ നമ്മുടെ ഇതിന് ദുനിയാലോകത്തിന് അല്ലേ പരിഭാഷ എഴുതിയാണ്. ഏത് എന്താണ് അതിന്റെ പേര്? ലോചനം. ആള് ചില്ലറക്കാരനൊന്നും അല്ല അഭിനവഗുപ്ത ആചാര്യ എന്ന് പറഞ്ഞ. അദ്ദേഹം പറയുന്നു നാട്യാത്നാന്യത്ര രസം കാവ്യാത് നാട്യം നിഷ്പദ്യദേവ കാവ്യഞ്ച നാട്യമേവ. ഈ ഏവ ശബ്ദം കൊണ്ട് അതിനെ ഊന്നി പറയുന്നതാണ്. നാട്യാത്നാന്യത്ര രസം, നാട്യത്തിൽ നിന്ന് അന്യമായിട്ട് രസം ഇല്ല തന്നെ. കാവ്യാനാട്യം നിഷ്പദ്യദേവ. ഈ കാളിദാസൻ മുതലായ മഹാകവികളാൽ എഴുതപ്പെട്ട ശാകുന്തളം, അതുപോലെ മാളവികാഗ്നിമിത്ര, അങ്ങനെയുള്ള നാടകങ്ങൾ, ആ നാടകങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? രസം തന്നെയാണ്. നാട്യാത്നാന്യരസം കാവ്യാത് നാട്യം നിഷ്പദ്യദേവ കാവ്യഞ്ച നാട്യമേവ. നാട്യം തന്നെയാണ് കാവ്യം. അപ്പൊ അഭിനവഗുപ്ത ആചാര്യനെ പോലുള്ള ഒരാള് പറയുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അത് എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? ഇത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലക്ഷണം പറയണ്ടല്ലോ. അതായത് നമ്മളിപ്പോ ആസ്വാദനത്തിന്റെ രണ്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു നാടകം കാണുന്നു. ഇന്നലെ ഇപ്പോൾ ഇവിടെ വംശം എന്ന നാടകം ഉണ്ടായിരുന്നു. ആ നാടകം പിന്നെ അതിന് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാല് കാവ്യം ആസ്വദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നേരിട്ട് അതിന്റെ ആസ്വാദനം കിട്ടും. പക്ഷെ ഇപ്പോൾ ഒരു നാടകം കാണുമ്പോൾ ആ നാടകത്തിൽ ആ കഥാപാത്രത്തെ ആരാണോ അവതരിപ്പിക്കുന്നത്, ആദ്യം നമ്മൾ ഇപ്പോൾ മോഹൻലാല് ദുഷ്യന്തനായിട്ടും ശോഭന ശകുന്തളയായിട്ടും വരുന്നു. ആദ്യം നമ്മളിലേക്ക് എത്തുക ഈ മോഹൻലാലും ഈ ശോഭനയാണ്. പിന്നീട് നമ്മൾക്ക് കിട്ടുന്ന എങ്ങനെയാണ്? ഈ ഇന്ന പേര്, ആ കഥാപാത്രത്തിന്റെ പേര് ഇത് ദുഷ്യന്തനാണ്, ഇത് ശകുന്തളയാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ആസ്വാദന തലത്തിൽ കാവ്യം നമുക്ക് വഹിക്കുമ്പോൾ കാളിദാസന്റെ വരികളിൽ നിന്ന് നമുക്ക് ആ രസം ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടാന്നു. പക്ഷേ ഈ നാട്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നാടകത്തിൽ നിന്ന് അത് കിട്ടണമെങ്കിൽ ആദ്യം ആ നടനെ നമ്മൾ മനസ്സിലാക്കും. പിന്നീടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിലേക്ക് ഇത് ദുഷ്യന്തനാണ് അല്ലെങ്കിൽ ഇത് ശകുന്തളയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ചെറിയ വ്യത്യാസം അല്ലെ, അത് ആ ഒരു വ്യത്യാസം ഉണ്ട്. പക്ഷേ എന്നാലോ ഈ കാവ്യം ആസ്വദിക്കുന്ന പോലെ തന്നെയാണ് നാട്യവും ആസ്വദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ആസ്വാദനത്തിന്റെ ആസ്വദിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പൊ നമുക്കൊരു രാമായണ കഥ വായിച്ച് ആ കവിത നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഒരു നൃത്തം എന്ന് പറയുന്ന വേദിയിൽ നമ്മൾ അവതരിപ്പിച്ച് അതിന്റെ ബാഹ്യമായ ചലനങ്ങളെ കൊണ്ട് പ്രകടമാക്കി കാണിച്ചു കൊടുക്കേ. ആസ്വാദനം എന്ന നിലയിൽ 2, 3 എന്ന നിലയിൽ ആസ്വാദകന്മാർക്ക് ആസ്വാദനം യോഗ്യത തുല്യമാവാം. പക്ഷേ 2 ഒന്നാണെന്ന് പറഞ്ഞാൽ അത് അനുഭവ വിരുദ്ധല്ലേ? ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ കാവ്യം തന്നെയാണ് നാട്യമായിട്ട് വേദിയിലേക്ക് എത്തുന്നത്. അല്ലേ? കാളിദാസൻ ശാകുന്തളം എന്ന നാടകം എഴുതി വെച്ചു. അത് ശാകുന്തളം എന്ന നാടകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനുഭവബോധം, അതായത് രസ ആസ്വാദനം നടക്കുന്നു. അതും അതേ കാവ്യം തന്നെയാണ് നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്നു. ആ ദുഷ്യന്തനായിട്ട് മോഹൻലാൽ വരുന്നു, ശകുന്തളയായിട്ട് ശോഭന വരുന്നു. അപ്പൊ ആ ഒരു തര ഭേദം ഉണ്ടല്ലോ, തരതമ ഭേദം അതുണ്ടെങ്കിലും രണ്ടിലും ഈ ആസ്വാദനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് നാട്യാന്യത്ര രസം
കാവ്യാത് നാട്യ നിഷ്പദ്ധ്യതയോ, കാവ്യത്തിൽ നിന്നാണ് നാട്യങ്ങൾ ഉണ്ടാവുന്നത്. കാവ്യമില്ലാതെ നാട്യം ഉണ്ടാവില്ല. ഇത് ഒന്ന് ലോചനകാരൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശാകുന്തളം എന്ന കാവ്യം, ആ കാവ്യം വായിച്ചാൽ നമുക്ക് ദുഷ്യന്തനെ കുറിച്ചും ശകുന്തളയെ കുറിച്ചും മറ്റും ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ച് മനസ്സിലാക്കി നമുക്ക് കടന്നു പോകാം. പക്ഷെ അത് തന്നെ വേദിയിൽ നാടകത്തിന്റെ രൂപത്തിൽ ശകുന്തളയും ദുഷ്യന്തനും രംഗത്ത് വന്ന് ഒരു നാടകത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ച് ജനങ്ങളെ, കാണികളെ ആകർഷിക്കുന്ന വിധത്തിൽ അഭിനയം കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ആസ്വാദന തലം വേറൊന്നാണ്. കാവ്യം വായിക്കുന്ന ആസ്വാദനമല്ല നാടകം കാണുമ്പോൾ. പക്ഷെ രണ്ടും ആസ്വാദന യോഗ്യമാണ്. ഇതേ കാവ്യം തന്നെയാണ് രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നതും എന്ന നിലയിൽ ആ ഒരു വ്യത്യാസം വെച്ചിട്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാതെ കാവ്യം പറയുകയാണെങ്കിൽ കാവ്യത്തിന് ലക്ഷണം എത്ര കാവ്യം 6-8 ലക്ഷണമുണ്ട് കാവ്യത്തിന്. നാട്യത്തിന് ലക്ഷണം കുറേയുണ്ട്. ഈ ലക്ഷണമെല്ലാം അങ്ങനെ ഒന്നുപോലെ ഇതിന് ചോദ്യം വരും. അപ്പോൾ ആ പ്രത്യേക വീക്ഷണത്തിൽ, പ്രത്യേക കാഴ്ചപ്പാടിൽ, പ്രത്യേക ചിന്താഗതിയുടെ വെളിച്ചത്തിൽ ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് രണ്ടും ഒന്നെന്ന നിലയിൽ കാണിക്കുന്നത്. അല്ല, ഏതായാലും നമ്മള് അഭിപ്രായം പറഞ്ഞു. മണിക്കൃഷ്ണൻ ഉണ്ടല്ലോ, മണിക്കൃഷ്ണൻ എന്താ അതിലുള്ള പവിത്രം പണിക്കറിയും ചൊല്ലിയ പദ്യം ഒരു പ്രസിദ്ധമായ പദ്യമാണ്. ശിവനെ നടനായിട്ടും ആ രീതിയിൽ ഒരു മഹാനടനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആ മഹാനാടകത്തിലെ വേഷവിധാനങ്ങളിലൂടെ നമ്മളെ മനുഷ്യരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് പവിത്രം പണിക്കർ അവതരിപ്പിച്ച അതിൻ്റെ സാരം. ബാബു പണിക്കർ ചോദിക്കുന്നത്, ഈ കാവ്യവും അതുപോലെ തന്നെ നാട്യവും ഒന്ന് തന്നെയാണോ? അപ്പൊ താങ്കൾ പറഞ്ഞു അതല്ല, കാവ്യം വേറെ നാട്യം വേറെ എന്ന് പറഞ്ഞു. അതിനത് അദ്ദേഹം അഭിനവഗുപ്തന്റെ ഒരു ന്യായം അവതരിപ്പിക്കുകയാണ്. ആ ന്യായം അവതരിപ്പിക്കുന്നതിലൂടെ കാവ്യം തന്നെയാണ് നാട്യം. നാട്യം ഏവ, ആ ഏവ ശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട് അവിടെ. അപ്പൊ നാണ്യത്ര രസം, അത് വിട്ടൊരു രസമില്ല. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് രസം എന്ന് അഭിനവഗുപ്തൻ പറയുന്നു. കാവ്യം നാണ്യത്ര രസം, കാവ്യത്തിങ്കിൽ നിന്ന് മറ്റൊരു രസമില്ല, അല്ലെങ്കിൽ നാട്യത്തിൽ നിന്ന് മറ്റൊരു രസമില്ല. നാട്യമേവ വെച്ചാൽ അത് തന്നെയാണ് എന്ന് പറയുന്നു. അതിന് ഉദാഹരണം പറഞ്ഞത്, ഇപ്പൊ നമ്മൾ നാടകാദി പുസ്തകങ്ങൾ നമുക്കറിയാം. വാസുദത്ത പോലുള്ള നാടകങ്ങൾ, അതുപോലെ തന്നെ കാളിദാസന്റെ നാടകങ്ങൾ, ഒരുപാട് ശാകുന്തളം നാടകങ്ങൾ. ആ നാടകങ്ങൾ കാണുന്നതും അതുപോലെ തന്നെ കാവ്യങ്ങൾ വായിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഒരു വ്യത്യാസം ഇപ്പൊ ഒരു കാവ്യത്തിലൂടെ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു കണ്ടുവരുന്ന നാട്യത്തിന്റെ, ഒരു അഭിനയത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാവിന്റെ കൂടി ചില കൽപ്പനകളെ ആധുനിക ശാസ്ത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഒരു അഭിനയം നടക്കുമ്പോൾ, അപ്പോൾ ദൃശ്യകാവ്യമാണോ ശ്രവ്യകാവ്യമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? ദൃശ്യകാവ്യങ്ങളൊന്ന്, ശ്രവ്യകാവ്യങ്ങളൊന്ന്. ശ്രവ്യകാവ്യങ്ങളൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അനുവാചകനിൽ ആ ബോധം ഉണ്ടാവുന്നത് ഒരു കഥാപാത്രത്തിലേക്ക് പോയി കഥാപാത്രത്തോട് താതാത്മ്യം ചെയ്തുകൊണ്ട് ആ വ്യക്തികളെ മറന്ന് ഓരോ ഘട്ടം ഘട്ടമായി, ഘട്ടം എന്ന് പറയുമ്പോൾ കുറേ സമയമൊന്നുമില്ല, നിമിഷത്തിന്റെ ഏകദേശം കൊണ്ട് ഈ ഘട്ടം ഘട്ടമായി അനുവാചകനിൽ ഒരു പ്രത്യേക ഭാവം സൃഷ്ടിക്കുന്നു. അവന്റെ മുമ്പിലുള്ള മോഹൻലാലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവൻ ആ ദുഷ്യന്തനിൽ തന്നെയാണ്. അപ്പോ ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടാണ് അനുവാചകനിൽ അനുഭൂതി ഉണ്ടാവുന്നത്. നേരെ ഇത്രയും വിഷമങ്ങളില്ല ശ്രവ്യകാവ്യങ്ങളിൽ. ശ്രവ്യകാവ്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത്, കണ്ഠനാളമഴകിൽ ദുഷ്യന്തൻ ഒരു എന്താ പറയുക, ഈ മാന്റെ പറകെ ഓടുകയാണ് ആ കാട്ടിൽ. മാൻ ഇങ്ങനെ എന്താണ്, കണ്ഠനാളമഴകിൽ തിരിച്ചനുപഥം രഥം പിറകിൽ നോക്കിയും കുണ്ഠമായി ശരഭയേന കണ്ഠമതുപൂർവ്വഘാതമാക്കിയും. ഈ ദുഷ്യന്തൻ ശരം പിടിച്ചിട്ട് ഇതിന്റെ പിറകെ ഇങ്ങനെ പോകുമ്പോ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന മാനുകള് ഇങ്ങനെ ഓടുക. പെട്ടെന്ന് കണ്ഠം തിരിച്ചിട്ട് ഇങ്ങോട്ട് രഥം പിറകോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ പതിച്ചവച്ച ദർഭകൾ പതിക്കവേ കണ്ടുകൊള്ളുക കൊതി കൊണ്ടു കെങ്കിതവനവും വൃഷം നപസിതാപതി. ഞാൻ ഇതിന്റെ ഓരോ എല്ലാവരിക്കും ഒരുപാട് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ആ അനുവാചകൻ സൃഷ്ടിക്കുന്ന വ്യത്യാസം എന്നാണ് ഇവിടെ പ്രത്യേകത. ഇതൊരു ആധുനിക ചിന്തയാണ്, ഒരു ആധുനിക ചിന്തയാണ് ഈ കാര്യത്തിലുള്ള. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയും ദൃശ്യകാവ്യമാണോ ശ്രവ്യകാവ്യമാണോ ഏറ്റവും വേഗം അനുവാചകൻ എത്തുന്നത്?
ദൃശ്യകാവ്യമാണ്. കാരണം നമ്മൾ നേരിട്ട് കാണുന്നു. പക്ഷേ അഭിവാചകയിൽ എത്തുന്നത് നമ്മുടെ ശ്രവ്യകാവ്യമാണ്. ഈ ദൃശ്യകാവ്യങ്ങൾക്ക് ചില പൊരുത്തപ്പെട്ട് ഞാൻ പറയാം, അതിലൊക്കെ അത് ആദ്യം ആ വ്യക്തിയിലേക്ക്, ആ വ്യക്തി പിന്നെ കഥാപാത്രത്തിലേക്ക്, കഥാപാത്രത്തിന്റെ വേഷത്തിലേക്ക് ഇങ്ങനെ വന്നിട്ടാണ് അരുവാചകയിൽ അനുഭൂതി ഉണ്ടാവുന്നത്. അപ്പൊ ആ വ്യത്യാസം ദൃശ്യകാവ്യങ്ങൾക്കുണ്ട് ശ്രവ്യകാവ്യങ്ങളെക്കാളേറെ. അപ്പൊ ശ്രവ്യകാവ്യത്തിൽ ആ ഭയപ്പെടുന്ന മാനില്ലപ്പോഴും ആ കാര്യങ്ങളൊന്നും ചിത്രത്തിലില്ല അവന്റെ മനസ്സിൽ. അവിടെയുള്ള ആ ഒരു ബോധം മാത്രമാണ് അവന് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾക്കുണ്ടാവുന്ന ആ വേഗത്തിൽ നമ്മുടെ അനുവാചകനിൽ ആ കാവ്യം വായിച്ച് മനസ്സിലാക്കിയ ആ അനുവാചകന് പെട്ടെന്ന് അതിന്റെ ബോധം ഉണ്ടാവുന്നു. പക്ഷേ ദൃശ്യകാവ്യത്തിൽ സാവകാശമാണ് ഉണ്ടാവുന്നത് എന്നാണ് വാവപ്പണിക്കർ സമർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാവ്യവും നാട്യവും വേറെ വേറെയല്ല, അത് ഒന്ന് തന്നെയാണ്. അതാണ് ഏവശബ്ദത്തിന്റെ പ്രത്യേകത. നാട്യമേവ കാവ്യം ച നാട്യമേവ എന്ന് പറയാൻ കാരണം. അപ്പൊ ഇത് വ്യത്യാസമല്ല, സൂക്ഷ്മമായ ചിന്തയാണ്. സൂക്ഷ്മമായ ചിന്തയാണ്. രണ്ട് തരത്തിൽ, അതായത് ദൃശ്യരൂപത്തിൽ കാണുമ്പോൾ അത് ദൃശ്യകാവ്യമായിട്ടും കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ സാധാരണ ഈ നാടകക്കാരൻ, നാടക അഭിനയം കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ദൃശ്യകാവ്യമാണോ ശ്രവ്യകാവ്യമാണോ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ പിന്നെ മനസ്സിലാവുന്ന ചോദിച്ചാൽ അവൻ ഒറ്റയടിക്ക് പറയും ദൃശ്യകാവ്യമാണ്. അങ്ങനെ പറയും. കാരണം പക്ഷെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഇത് പഠിച്ച അഭിനവന്റെ സൂക്ഷ്മത പഠിച്ച ആളുകൾക്ക് എങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെയാണ് അദ്ദേഹം മഹാപണ്ഡിതനാണ്, ഇതിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയാണ്. അപ്പൊ അതാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അതിന് തർക്കം വേണ്ട, ഇത് ഇവിടെ വിശദീകരിക്കുന്നില്ല, വിശദീകരിച്ച് പറയുന്നത്. അപ്പോഴേ നമ്മളിപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ തന്നെയാണ് കവികളും ഈ കാവ്യങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. ആണല്ലോ, നമ്മൾ ദിനംതോറും എപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതേ പദം കൊണ്ട് തന്നെ ഈ കവികൾ ഈ സഹൃദയ ലോകത്തെ അലൗകികമായ അനിർവചനീയമായ ഒരു നിലയിലേക്ക് ഉയർത്താൻ സാധിക്കുന്നു. പറ്റുന്നുണ്ടല്ലോ. ഒരു കാവ്യം വായിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഈ പദങ്ങളെ കൊണ്ട് കവികൾക്ക് ഈ സഹൃദയ ലോകത്തെ അലൗകികമായ അനിർവചനീയമായ ഒരു അനുഭൂതിയിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത്? അത് ആ കവിയുടെ പ്രതിഭ ഗുണം കൊണ്ടാണ്. ഒരു കവിക്ക് ഉണ്ടാവേണ്ടത് പ്രതിഭയാണ്. അത് ജന്മനാ സിദ്ധിക്കുന്ന ഒന്നാണ്. നൈസർഗിക പ്രതിഭ. അപ്പൊ നൈസർഗികമായിട്ട് ജന്മനാ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു അസാധാരണമായ സർഗശക്തി, ആ പ്രതിഭാവിലാസം, അതാണ് ഒരു കവിക്ക് വേണ്ടത്. അത് നിങ്ങൾ ഇതിനിടയിൽ പറയുന്നതിനാണ് സാധാരണ മക്കളിക്കുന്ന സമയം ഇവിടെ ഇല്ല. ഇറക്കുവരിക കളിക്കാൻ കളിയെല്ലാം ഞാൻ പിന്നെ എന്നെ അറിയല്ലോ. ശരിക്കും നമ്മൾ തമ്മിൽ ഒരുപാട് കളിച്ച് പരസ്പരം അറിയുന്നവരാണ്. നമ്മൾ ഒരുപാട് കളിച്ചു. ആദ്യത്തെ കളിയൊന്നുമല്ല, അരയിലാണ് താമസം. ബാബു പഠിക്കർ അന്നും പഠിക്കർ മോശമല്ല, അതൊരു പഠിക്കർ അന്നും അറിയാം. വിഷയത്തെ ഞാൻ വ്യതിചലിപ്പിച്ചതാണ്. അതെല്ലാം വേണ്ട മറുത്തളിയാകുമ്പോൾ മറുത്തളിയല്ലേ, ഇത് ഒത്തുകളിയല്ല, മറുത്തളിയല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രതിഭ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു സർഗശക്തിയാണ്. അത് എല്ലാവർക്കും ഇല്ല. യേശുദാസിന് പാട്ടുപാടാൻ ഉള്ള കഴിവ്, അദ്ദേഹത്തിന്റെ സർഗശക്തി അത് ജന്മനാ സിദ്ധമാണ്. അതുപോലെ തന്നെ ഒരു കവിയാവാൻ വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, 3 തരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ട് കവിയാവാം. ഒന്ന് പ്രതിഭ, ഈ പറഞ്ഞ ആൾക്ക് പ്രതിഭയുണ്ടായി. മറ്റേത് നിപുണത എന്ന് പറയുന്ന ഒന്നുണ്ട്. ലോകശാസ്ത്ര കാവ്യാദികളൊക്കെ പഠിച്ച് അതിലൂടെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക കഴിവിലൂടെ ഉണ്ടാവുന്നത്. മറ്റൊരു അഭ്യാസം, നമുക്ക് കവി ആവണം എന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടും കവിയായവരുണ്ട്. ആ കവിയിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്നത് ഈ പ്രതിഭ എന്ന് പറയുന്ന കാവ്യത്തിന്റെ ഗുണം കൊണ്ടാണ്. ഇതെല്ലാം നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. അപ്പൊ എന്താണ് നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു കവിത ആസ്വദിക്കണമെങ്കിൽ, ഒരു കവിത്വം ഉണ്ടാവണമെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതൊന്നുമല്ല ചോദ്യം.
അതല്ല ചോദ്യം. അല്ല. ചോദ്യം അതല്ല. ആ. എന്തുകൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളെ കൊണ്ട് ആ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പല അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ പദങ്ങളെ കൊണ്ട് കവികൾക്ക് എങ്ങനെയാണ് ഈ സഹൃദയ ലോകത്തെ അലൗകികമായ അനിർവചനീയമായ ഒരു അനുഭൂതിയിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത്? ഇതാണ് ചോദ്യം. പണ്ഡിതരാജൻ എന്ന് പറയുന്നുണ്ട്, രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. ഇത് കാവ്യത്തിന്റെ ലക്ഷണമല്ലേ പണിക്കറേ? ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. അല്ല, ചോദ്യം എന്താണ്? എന്തുകൊണ്ട് സാധിക്കുന്നു? രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യ എന്ന് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ സംഭവിച്ചു. അത് കാവ്യത്തിന്റെ ലക്ഷണമാണ്. എന്താണ് കാവ്യം എന്നതിനാണ് അതിന് സമാനം പറഞ്ഞത്. രമണീയാർത്ഥത്തെ പ്രതിപാദിക്കുന്ന ശബ്ദമാണ് കാവ്യം. അതല്ല എന്റെ ചോദ്യം. എന്തുകൊണ്ട് സാധിക്കുന്നു? അത് അലൗകികമായ ഈ ലൗകികമായ ശബ്ദങ്ങളെ അലൗകികമായി വർണ്ണിക്കുമ്പോഴാണ് അത് ആസ്വാദനപ്രദമാകുന്നത്. അതുകൊണ്ട് അലൗകിക ഒരാളെ സംബന്ധിച്ച്, ഒരു സഹൃദയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൽ അലൗകികമായ വ്യാപാരം നടക്കുന്നു. ആ വ്യാപാരം നടക്കുന്നത് വഴിയാണ് ആനന്ദം ഉണ്ടാവുന്നത്. മറ്റ് ലൗകിക ശബ്ദങ്ങളാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന, ഭാഷയിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ ലൗകിക ശബ്ദങ്ങളാണ്. ഈ ലൗകിക ശബ്ദങ്ങൾ തന്നെ വിഭാവാനുഭാവ വ്യഭിചാരിയോടുകൂടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കാവ്യാത്മകമായി പിന്നെ രമണീയമായ അർത്ഥത്തെ ധ്വന്യാത്മകമായി അലൗകികമായി അവതരിപ്പിക്കുമ്പോഴാണ് അത് കാവ്യമായിട്ട് ചമത്കാരപരമായിട്ട് രൂപപ്പെടുന്നത്. അതാണ് ആസ്വാദനയോഗ്യമാവുന്നത്. അതായത് ഞാൻ പറയാം, അതാണോ അല്ലയോ എന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് ശേഷം പണിക്കർസിന് ഇടപെടാം. അതായത് ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെയും കവികൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെയും ഒരു വ്യത്യാസം എന്നത് പിന്നെ നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്ര പരമ്പരയിൽ ആദ്യമായിട്ട് പറഞ്ഞത് പട്ടനായകൻ പറയുന്നത് യാനേവ ശബ്ദാൻവയമാലഭാമ യാനേവ ചാർത്താൻവയമുല്ലികാമ തൈരേവ വിന്യാസ വിശേഷ ഭവ്യൈഃ സമ്മോഹയന്തോ കവയോർജഗന്തി. ഇങ്ങനെ പറയുന്നു. ഈ ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചില്ലേ, അതിന്റെ കാര്യം തന്നെയാണ് ഈ പദ്യത്തിലൂടെ. യാനേവ ശബ്ദാൻ ഭയം ആലവാമ. നമ്മൾ യാതൊരു ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നുവോ, യാതൊരു അർത്ഥത്തെ നമ്മൾ മനനം ചെയ്യുന്നുവോ, ഇതേ ശബ്ദങ്ങളെ കൊണ്ട് കവിക്ക് എങ്ങനെയാണ് ഈ സഹൃദയ ലോകത്തെ ആനന്ദത്തിൽ ആരാടിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു നിർത്തുന്നു. അതിന്റെ ബാക്കി പറയുന്നു, ശബ്ദപ്രാധാന്യമാശ്രിത്യ തത്ര ശാസ്ത്രം ഉദ്ദേശിക്കുന്നത്. ഈ വേദങ്ങളിൽ ഈ ശബ്ദത്തിനാണ് പ്രാധാന്യം. ശബ്ദങ്ങൾ അത് വേണ്ടുന്ന പോലെ പ്രയോഗിച്ചില്ലെങ്കിലോ, അതിന്റെ അതായത് ഉദാത്താരുദാത്തം അങ്ങനെയുണ്ടല്ലോ, അത് വേണ്ടുന്ന പോലെ പ്രയോഗിച്ചില്ലെങ്കിൽ അതിന് ആ പ്രയോഗത്തിന് ഇപ്പൊ ഒരു യാഗം അല്ലെ, വേദമന്ത്രങ്ങളൊക്കെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ദ്രശത്രു വർദ്ധസ്വ എന്നുള്ള ഒരു മന്ത്രം, ആ മന്ത്രം വൃത്രാസുരൻ ഒരു യാഗം നടത്തുന്നു. എന്താണ് വൃത്രാസുരന്റെ ഉദ്ദേശം? ഇന്ദ്രനെ തോൽപ്പിക്കുക എന്നല്ലെങ്കിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തുക. അതിനൊരു യാഗം ഏർപ്പെടുത്തി. ആ യാഗത്തിൽ ഉച്ചരിക്കുന്ന മന്ത്രം ഇന്ദ്രശത്രു വർദ്ധസ്വ, ഇന്ദ്രന്റെ ശത്രുക്കൾ വർദ്ധിക്കട്ടെ. അപ്പോൾ ഈ യാഗം നടത്തുന്ന ഋത്തിക്കുകൾ എന്ത് ചെയ്തു? ഇത് ഇന്ദ്ര ശത്രു യസ്യ സ ഇന്ദ്രശത്രു എന്ന് ബഹുബ്രീഹി സമാസത്തിൽ വിഗ്രഹിച്ചാല് അവിടെ ആരാ പിന്നെ വിജയിക്കുക? ഈ വൃത്താസുരൻ വിജയിക്കും. ഇന്ദ്ര ശത്രു യസ്യ, ഇന്ദ്രൻ ആരുടെ ശത്രുവാണോ അവനും വിജയിക്കട്ടെ. ഇവിടെ ശത്രു ആരാണ്? വൃത്താസുരൻ. നേരെ മറിച്ച് അത് അന്തോദാത്തമായിട്ട് പ്രയോഗിച്ചാല് ഇന്ദ്രശ്ച അസു ശത്രുശ്ച, വിഷയം തന്നെയാണ്. ഇത് ശാസ്ത്രീയമായിട്ടേ പറയാൻ പറ്റൂ. ഇന്ദ്ര ശത്രു യസ്യ സ ഇന്ദ്രശത്രു ഇന്ദ്രശ്ച അസു ശത്രുശ്ച, ഇന്ദ്രനും ശത്രുവും അത് ആര്? ഇന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ഈ ഋതികൾ എന്താക്കി? ഈ മന്ത്രത്തിൽ അന്തോദാത്തമായിട്ട് ഇത് പ്രയോഗിച്ചു. അന്തോദാത്തമായിട്ട് പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ ഇന്ദ്രൻ വിജയിക്കുകയും വൃത്രാസുരൻ നശിച്ചു പോവുകയും ചെയ്തു. അപ്പോ ശബ്ദ പ്രാധാന്യമാശ്രിത്യ തത്ര ശാസ്ത്രം പൃഥക് അർത്ഥതത്വേനയുക്തം വ്യാഖ്യാനമേതയോഹോ. ആ
ആഖ്യാനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ എന്താണ് അതിലത്തെ പ്രതിപാദ്യമായ വിഷയത്തിലാണ് അതിൽ പ്രാധാന്യം. ശബ്ദപ്രാധാന്യമാശ്രിത്യ തത്ര ശാസ്ത്രം പൃഥക് വിഭോ അർത്ഥതത്വേന യുക്തം ദ്വദന്ത്യാഖ്യാനമേതയോ. അപ്പോ ദ്വയോർ ഗുണത്തെ വ്യാപാര പ്രാധാന്യം കാവ്യകേർ ഭവേത്. ഈ ശബ്ദത്തെയും അർത്ഥത്തെയും അപ്രധാനമാക്കിക്കൊണ്ട് എന്താണ് കാവ്യ വ്യാപാരങ്ങൾ, അഭിധ, ലക്ഷണ, വ്യഞ്ജന മുതലായ കാവ്യ വ്യാപാരങ്ങളിലൂടെയാണ് ഈ കവിക്ക് ഇങ്ങനെ സഹൃദയ ലോകത്തെ അലൗകികമായ അനിർവചനീയമായ അനുഭൂതിയിലേക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതിന് ചെറിയൊരു ഉദാഹരണം. ഇപ്പോ അഞ്ചിലൊന്നിൻ മകൻ അഞ്ചിലൊന്നും കടന്നഞ്ചിലൊന്നിൻ മകൾ തന്നെയും കണ്ടുടൻ അഞ്ചിലൊന്നോളം ഉയർന്ന മഹാപുരം അഞ്ചിലൊന്നാക്കി ചമച്ചു തിരിച്ചുടൻ. ഇത് കണക്ക് കൊണ്ട് കാവ്യം എഴുതാനാണ്. അഞ്ചിലൊന്നല്ലേ നമ്മുടെ ഒന്നെന്ന് എഴുതി താഴെ ഒരു വരയിട്ട് അതിന്റെ അടിയിൽ അഞ്ചിലൊന്ന്. ഇത് കണക്കല്ലേ? അഞ്ചിലൊന്ന് പറഞ്ഞാൽ കണക്കാണ്. ഈ കണക്ക് കൊണ്ടാണ് ഈ കാവ്യം എഴുതുന്നത്. എത്ര മനോഹരമാണ് ഇത് കമ്പരാമായണത്തിലെ ഈ വരികൾ. അപ്പോൾ എന്താണ് ഈ അഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതങ്ങളാണ്. അഞ്ചിലൊന്നിൻ മകൻ, അതായത് വായുപുത്രനായ ഹനുമാൻ. ചോദ്യം ഉത്തരം തമ്മിൽ ബന്ധമുണ്ട്. ഉത്തരത്തിലേക്ക് വരാൻ വേറെന്തല്ലോ വേണ്ട ഉത്തരത്തില് ഒന്നും പറയണ്ട. ഉത്തരം പറയാൻ വേണ്ടിട്ട് പറയേണ്ടി വരുന്നല്ലോ. 5-ലും 10-ലും ഉത്തരം പറഞ്ഞിട്ട് എന്ത് ആവശ്യത്തിൽ ആ പോയിന്റ് മാത്രം പറയലല്ലേ? അത്രയും സമയമില്ല. അല്ല, സമയമല്ല, ശാസ്ത്രം അല്ലല്ല. ഇത് പറഞ്ഞിട്ട് പൂർത്തിയായിട്ട് നിങ്ങൾ പറയാം. പ്രധാനമായ അങ്ങനെയൊന്നും കളിക്കല്ലേ. അതാ കളി എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ അത് പൂർത്തിയാക്കട്ടെ. അഞ്ചിലൊന്നിൻ മകൻ എന്ന് പറഞ്ഞാല് ഹനുമാനാണ്. പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവിന്റെ പുത്രനാണ് ഹനുമാൻ. അഞ്ചിലൊന്നിൻ മകൻ അഞ്ചിലൊന്നും കടന്ന്. രണ്ടാമത്തെ അഞ്ചിലൊന്ന് വെള്ളം, അതായത് സമുദ്രം കടന്ന് അഞ്ചിലൊന്നിൻ മകൾ തന്നെയും കണ്ടുടൻ. അഞ്ചിലൊന്നിൻ മകൾ ആരാണ്? ഭൂമിപുത്രിയായ സീതയെ കണ്ടു. വായു പുത്രനായ ഹനുമാൻ സമുദ്രം കടന്ന് സീതാദേവിയെ കണ്ടു. അഞ്ചിലൊന്നാക്കി ചമച്ചു തിരിച്ചുടൻ. അവയൊക്കെ എന്താക്കി? അവസാനത്തെ അഞ്ചിലൊന്നുള്ളത് അഗ്നിയാണ്. അഗ്നിക്കിരയാക്കി ഹനുമാൻ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെയും ഈ അഞ്ചിലൊന്ന് നമ്മൾ ദിവസം പറഞ്ഞില്ലേ? അഞ്ചിലൊന്ന് കാര്യങ്ങള് കണക്ക്. അഞ്ചിലൊന്ന് മാത്തമാറ്റിക്സ് കണക്കാണ്. ആ ഭിന്നസംഖ്യയാണ്. ആ ഭിന്നസംഖ്യ കൊണ്ട് എത്ര മനോഹരമായാണ് ഈ കമ്പരാമായണത്തിൽ ഈ വരികൾ എഴുതിയിട്ടുള്ളത്. ഇത് വിഷയം കഴിഞ്ഞു. പണിക്കൃഷ്ണന് പറയാനുള്ള കാര്യം പറയാം. വിഷയമില്ല. ചോദ്യം ചോദിച്ചല്ലോ. അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളെ ഗുരുവാണ്. വിഷയത്തിലേക്ക് വരുന്നു പറഞ്ഞു. ഗുരു മനസ്സിലാക്കാൻ കഴിയാത്ത ആളാന്ന്. അങ്ങനെയൊന്നുമില്ല. ഈ വിഷയത്തിലേക്ക് പറഞ്ഞത് ചോദ്യം വിഷയത്തിലേക്ക് ഞാനും പറഞ്ഞല്ലോ. ഇപ്പോ അദ്ദേഹം ചോദിച്ചത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കവികൾ ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ലോകത്തെ കീഴടക്കുന്നത്. അത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇന്നലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. നീ ഒരു എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. സുന്ദരരാഗമായൻ, സുന്ദരരാഗമായിട്ട് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്. പൊന്നോടക്കുഴൽ വന്നു ഒഴിച്ചിരുന്നു. ഈ വാക്കുകളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കൊടക്കുടൽ, ഇന്നലെ ഇതൊക്കെ പറഞ്ഞ വാക്കുകൾ. പക്ഷെ അത് കവിതയിലൂടെ വരുമ്പോൾ ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോ ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ അത് സാഹിത്യത്തിലൂടെ ഇപ്പൊ കവികളെന്ന് പറയുമ്പോൾ അതെന്തോ ലോകത്തെ കീഴടക്കുന്നു. അപ്പോ അതേ വാക്കിൽ അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. യാനേവ ശബ്ദാൻ വയമാലഭാമ യാനേവ ചാർത്ഥാൻ വയമുല്ലിഖാമ. ഈ പദങ്ങളെ കൊണ്ട് തന്നെയാണ്, ഇതേ കൊണ്ട് തന്നെയാണ് ലോകത്തെ കവികൾ. കാരണം അതിന്റെ വിന്യാസങ്ങൾ ഇതൊക്കെ നമുക്കറിയാം.
ഈ പറയുന്ന പദങ്ങളൊക്കെ കവികൾക്ക് അറിയുന്ന പദങ്ങളെല്ലാം നമുക്കും അറിയാം. പക്ഷേ കവികൾ അതിന്റെ വിന്യാസം ഉണ്ടല്ലോ, ഓരോ പദം എവിടെ വെക്കണം എന്നുള്ള വിന്യാസം ഉണ്ടല്ലോ, അത് നമുക്കാവില്ല. അത് പ്രതിഭ തന്നെയാണ്, ആ പ്രതിഭ കൊണ്ട് തന്നെയാണ് ആവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കാവ്യങ്ങൾ അത് തന്നെയാണ് കവികൾ ഇടുന്നത്. പക്ഷേ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ആ കണക്കും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ 5-1 മകൻ എന്നൊക്കെ പറയുന്നത് അത് അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്. അത് ഇനി ബന്ധുവില്ലാതല്ല, ആ ബന്ധുവില്ലാതല്ല, ബന്ധുവിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ പറയുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വേദങ്ങൾക്ക് പ്രാധാന്യമുള്ള ശബ്ദപ്രധാനമാണ് വേദങ്ങൾ. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ആപത്തായിട്ട് വരും. അപ്പൊ ഇത് നമ്മുടെ പദങ്ങള് കവികൾ തന്നെ ധാരാളം കവിതകളിൽ നമ്മൾ വീണ് പോകുന്നുണ്ട്, വാക്കുകളിൽ നമ്മൾ വീണ് പോകുന്നുണ്ട്. കവി ചിത്രശിലാപാളികൾ കൊണ്ട് എന്താണ് ചിത്രശിലാപാളികൾ കൊണ്ട് പാട്ടില്ലേ ശ്രീകോവിൽ തീർക്കും. നമുക്ക് ശ്രീകോവിൽ തീർക്കാൻ ചിത്രശിലാപാളികൾ പോരാ. അപ്പൊ കവിക്ക് പിന്നെ ഈ ചിത്രശിലാപാളികൾ കൊണ്ട് ശരിയൊരു ശ്രീകോവിൽ തീർക്കാൻ വേണ്ടി കഴിയും. അത് അതിലത്തെ അലൗകിക വ്യാപാരം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഇവിടെ ഈ പണ്ഡിതരാജന്റെ തന്നെ പറയുന്ന അലൗകിക വ്യാപാരം കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. ഇത് പിന്നെന്താ പറയോ, ശാസ്ത്രീയമാണ് ഈ പറയുന്ന. വിഷയത്തിലേക്ക് വരണമെന്ന് ഭട്ടനായകന്റെ ഒരു പിന്നെ ലോകം കൊണ്ട് അംഗീകരിച്ച ഒരു വലിയ പിന്നെ കവി പ്രതിഭയും പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വിഷയത്തിലേക്ക് അങ്ങനല്ല, അതിന്റെ മർമ്മ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അത് വിഷയം നീട്ടിക്കൊണ്ടുപോണ്ട സമയമില്ല. ഇനിയിപ്പോ അത് പറഞ്ഞാൽ പറ്റില്ല. അയാൾ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കണ്ടേ? അത് ചോദിക്കണം, അവസാനിപ്പിക്കാനല്ല പറഞ്ഞു. ഇനി പണിക്കർ ചൊല്ലണമെന്നാണ് ഞാൻ പറഞ്ഞത്. സമയം തീർന്ന് നമുക്ക് ഇടുന്ന അപ്പൊ അതുകൊണ്ട് ഇനി ബാബു പണിക്കർ ചൊല്ലുക, മറ്റൊരു ഭാഗമായി ചെയ്യുക.